സിദ്ദീഖ് ഇവിടെ മഹാരാഷ്ട്രയിൽ ഇത്ര പേർ മരിച്ചു, ബീഹാറിൽ ഇത്ര പേർ മരിക്കുന്നു, കർണാടകയിൽ ഇത്ര പേർ മരിക്കുന്നു, കേരളത്തിൽ ഏറ്റവും കുറവ് എന്ന കണക്ക് പറയലാണോ ഈ രാത്രിയുടെ ആവശ്യകത? ഇന്നലെ നിയമസഭയിൽ മന്ത്രി പറഞ്ഞത് ഏതോ സംഘം കാട്ടിൽ കയറി അവിടെ മൃഗങ്ങളെ കുത്തിയിളക്കി വിട്ട് ആ മൃഗങ്ങൾ ഇറങ്ങി നാട്ടിൽ വന്ന ആൾക്കാരെ കൊല്ലുന്നു പറഞ്ഞേ. പ്രതിപക്ഷം ചോദിച്ചോ ഏതാണ് ആ സംഘമെന്ന്? സിദ്ദീഖ്, ഒന്ന് ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയുന്നു. ഞാൻ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതായിരിക്കുന്ന അവിടെ ഇൻക്വസ്റ്റ് നടത്തുന്നതായിട്ടുള്ള രാധയുടെ ബോഡി കണ്ടു വന്നതിൻ്റെ ആഘാതം തീരാതെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതായ ഒരു ജനപ്രതിനിധിയാണ്. നമുക്ക് മാധ്യമ ചർച്ചയിൽ എന്തും പറയാം, ഏത് രീതിയിലും നമുക്ക് വൈകാരികത പ്രകടിപ്പിക്കാം. പക്ഷേ മലയോര മണ്ണിൽ ജീവിക്കുന്നതായിരിക്കുന്ന മനുഷ്യൻ്റെ ആകുലതകളും ഭയങ്ങളും എത്രത്തോളം ഉണ്ട് എന്നുള്ളത് പുറത്തുനിന്ന് സംസാരിക്കുന്നതായിരിക്കുന്ന ആളുകൾക്ക് വളരെ പരിമിതമായി മാത്രമേ അറിയുകയുള്ളൂ. ഇൻട്രോയിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ വളരെ ഉത്തരവാദിത്വത്തോടു കൂടി പറയുന്നു, 100% നീതീകരിക്കപ്പെടുന്നതായി എന്നുള്ള അഭിപ്രായം എനിക്കില്ല. കാരണം അതിനേക്കാൾ ഭയാനകമാണ് കേരളത്തിലെ മലയോര മേഖലയിലെ സാഹചര്യം, അവസ്ഥ. അത് സജീഷ് ഇവിടെ സൂചിപ്പിച്ചത്, സജീഷിന് മലയോര മേഖലയിലെ ജീവിതത്തെക്കുറിച്ച് അറിയില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അത് പൂർണ്ണമായും ബോധ്യമില്ലാത്തത് കൊണ്ടാണ്. ഞാനൊരു കാര്യം വളരെ കൃത്യമായി പറയാം. ഇന്ന് മലയോര മേഖലയിൽ സാമൂഹ്യ ജീവിതമില്ല. എന്താ സാമൂഹ്യ ജീവിതത്തിൻ്റെ പ്രശ്നം? ഇവിടെ 25,000, വയനാട്ടിൽ 25,000 വരുന്ന ക്ഷീരകർഷകരുണ്ട്. അവർ ജീവിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ജീവനോപാധി അതാണ്. കാലത്ത് 5 മണിക്ക് എഴുന്നേറ്റ് പശുവിനെ കറന്ന് ആ അളന്നതായിരിക്കുന്ന പാലെടുത്ത് സൊസൈറ്റിയിൽ പോയി കൊണ്ടുകൊടുത്ത് ജീവിതം മുന്നോട്ട് നീക്കുന്നതായിരിക്കുന്ന കർഷകർ. മക്കൾ സ്കൂളിൽ പോകണം, സന്ധ്യ മയങ്ങിയാൽ ആളുകൾക്ക് മാർക്കറ്റിൽ പോകണം, സാധനങ്ങളുമായി വീട്ടിലേക്ക് വരണം. ഇന്ന് രാത്രിയില്ല, രാവിലെയില്ല, കാപ്പിയും മറ്റുള്ളതായിരിക്കുന്ന മേഖലകളിലും എല്ലാം തന്നെ പണിയെടുക്കുന്നതായിരിക്കുന്ന കർഷക തൊഴിലാളികളായ ആളുകൾക്ക് ആ എസ്റ്റേറ്റിൽ എന്തൊക്കെ പതിയിരിക്കുന്നു എന്നുള്ളത് അറിയില്ല. ഇന്ന് കാലത്ത് ഏകദേശം അറൗണ്ട് 11-11:15 മണിക്കാണ് രാധയുടെ ഈ സംഭവം നടക്കുന്നത്. രാവിലെ 11 മണി എന്ന് പറയുമ്പോൾ നല്ലപോലെ സൂര്യൻ ഉദിച്ച സമയമാണ്. ഒരു തൊഴിലാളിക്ക് സൂര്യൻ ഉദിച്ച് നല്ലപോലെ വെയിലുള്ള നട്ടുച്ച സമയത്ത് ഇത് സംഭവിക്കുമ്പോൾ ആർക്ക് എവിടെയാണ് സുരക്ഷിതത്വം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇവിടെ രാധയിൽ നിൽക്കുന്നോ? ഞാൻ ചോദിക്കുന്നു, കുട്ടികൾ സ്കൂളിൽ പോകണം, ആരാധനാലയങ്ങളിൽ പോകണം, ആളുകൾക്ക് മാർക്കറ്റുകളിൽ പോകണം, അവന് ജീവിക്കണം, അവന് തൊഴിലിടങ്ങളിലേക്ക് പോകണം, എല്ലാ കാര്യങ്ങളിലുമായി പോകണം. പോകാൻ കഴിയാത്തതായ ഗുരുതരമായ സാഹചര്യം ഇന്ന് വയനാട് ഉൾപ്പെടെ മലയോര മേഖലയിൽ നിലനിൽക്കുകയാണ്. ഒന്നാമത്തെ പ്രശ്നം. 2, നിങ്ങൾ ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ട രണ്ടാമത്തെ പ്രശ്നം, എന്തുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി ഇന്നലെ കേരള നിയമസഭയിൽ, ഞാൻ നിയമസഭയിലെ മന്ത്രിയുടെ മറുപടി അടിയന്തര പ്രമേയത്തിന് പറയുമ്പോൾ ഞാൻ അറിയാതെ ചാടി എഴുന്നേറ്റ് പോയതാണ്. ഞാൻ പറഞ്ഞു, വനത്തിൽ ഒരു സംഘം, പേര് പറഞ്ഞില്ല അദ്ദേഹം, ഒരു സംഘം ആക്രമിക്കുന്നു വന്യമൃഗങ്ങളെ, ആനയും കടുവയും പരിക്കേറ്റ് പുറത്തു വരുന്നു എന്നാണ് മന്ത്രി പറഞ്ഞത്. ഞാൻ ഓട്ടോമാറ്റിക്കായി എഴുന്നേറ്റ് പോയി. കാരണം എന്താ? അതിന് കാരണമുണ്ട്. ഇന്ന് രാധയുടെ ബോഡി മാത്രമല്ല, കുഞ്ഞവറാന്റെ ബോഡിയുമായി മേപ്പാടിയിൽ ആളുകൾ മുഴുവൻ പ്രതിഷേധിക്കുമ്പോൾ ഞാൻ ആ പ്രതിഷേധം തണുപ്പിക്കാൻ, ആശ്വസിപ്പിക്കാൻ, കുടുംബത്തിന് വീട് വെച്ചു കൊടുക്കാൻ, അവർക്ക് ആവശ്യമുള്ള സൗകര്യം ചെയ്യാൻ എല്ലാത്തിലും ഞാനുണ്ടായിരുന്നു. ഏറ്റവും വലിയ പ്രതിഷേധത്തിൻ്റെ ചൂടറിഞ്ഞ ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. പാക്കത്തെ പോള് മരിച്ചപ്പോൾ, ചാലിക്കത്തയിലെ അജീഷ് മരിച്ചപ്പോൾ ആ അജീഷിൻ്റെ വീട്ടിൽ ആ കുട്ടി പറഞ്ഞ അവസാനത്തെ വാചകം, പഠിക്കുന്നതായിരിക്കുന്നു കുട്ടി പറഞ്ഞത്, സാർ എൻ്റെ അച്ഛൻ്റെ മരണം അവസാനത്തെ മരണമാകണം, ഇനിയൊരു കുട്ടിക്കും ഈ ഗതി വരരുത്. തോൽപ്പെട്ടിയിലെ ലക്ഷ്മണൻ ഉൾപ്പെടെ, തോമസ് ഉൾപ്പെടെ എത്ര മരണങ്ങളാണ് ഈ വയനാട് ജില്ലയിൽ മലയോര മേഖലയിൽ നടക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള നടപടികളോ നിലപാടുകളോ ഇവിടെ ഉണ്ടോ? ഈ അജീഷിന് നഷ്ടപരിഹാരമായി 50 ലക്ഷം കൊടുക്കും, 10 ലക്ഷം ഇപ്പോ, ബാക്കി 40 ലക്ഷം പിന്നെ ഈ അജീഷിന്റെ കാര്യത്തിലാണെന്ന് തോന്നുന്നു, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കും, അല്ലെങ്കിൽ കൊടുക്കണം എന്നൊരാവശ്യം ഉയർന്നു. 10 ലക്ഷം രൂപ അപ്പോൾ കൊടുക്കും, 40 ലക്ഷം രൂപ പിന്നെ കൊടുക്കാൻ ശുപാർശ എന്നൊക്കെ OR കേളു MLA ആയിരുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ ശുപാർശ ഒരു രേഖയൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. 50 ലക്ഷം കൊടുത്തോ ടി സിദ്ദീഖ്? ഓരോ ഡെഡ് ബോഡിയും വന്യമൃഗാക്രമണത്തിൽ ഒരു കൺസേൺ. ഇപ്പോൾ ഞാൻ
പ്രിയപ്പെട്ട എൻ്റെ മാധ്യമ പ്രവർത്തകൻ ഇവിടെ ഇൻട്രോ അവതരിപ്പിച്ചതിനെ കുറിച്ച് ഇവിടെ പറഞ്ഞല്ലോ. ഞാൻ അതിലൊരു കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ടതാ. എന്താണെന്നറിയോ? മനുഷ്യ വന്യജീവി സംഘർഷം എന്ന് എല്ലാവരും പറയും, ടൈറ്റിലിടും. മനുഷ്യ വന്യജീവി സംഘർഷം ഈ മലയോര മേഖലയിലുണ്ടോ? നിങ്ങൾ പറയണം. ഏകപക്ഷീയമായിട്ടുള്ള വന്യജീവി ആക്രമണം മാത്രം നടക്കുകയാണ്. ഈ വന്യജീവി ആക്രമണങ്ങളിൽ 90% മനുഷ്യവാസ മേഖലകളിലേക്ക് വന്നാണ് നടക്കുന്നത്. മനുഷ്യൻ വസിക്കുന്ന, മനുഷ്യൻ തൊഴിലെടുക്കുന്ന, മനുഷ്യൻ പോകുന്ന സ്ഥലങ്ങളിലേക്കാണ് ഈ ആക്രമണം മുഴുവൻ നടന്നിട്ടുള്ളത്. അല്ലാതെ ആക്രമണം അങ്ങോട്ട് നടക്കുകയല്ല. ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് അസംബ്ലിക്കകത്ത് എഴുന്നേറ്റ് നിങ്ങളുടെ മന്ത്രിയോട് ചോദിച്ചു, ആരാണ് ഈ സംഘം? നിങ്ങൾ പറയണം. ഏതെങ്കിലും ഒരു ഇൻസ്റ്റൻസ് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? മന്ത്രിയോട് ചോദിച്ചു. കള്ളം പറയായിരുന്നു മന്ത്രി. അദ്ദേഹം പേര് പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ സിദ്ദിഖാണോ പ്രതിപക്ഷമാണോ എന്ന് പറഞ്ഞില്ലല്ലോ. പിന്നെ അദ്ദേഹം പറഞ്ഞു, പ്രതിപക്ഷ നേതാവിന് അറിയാം, മുൻ പ്രതിപക്ഷ നേതാവിന് അറിയാം. ഞാൻ സജീഷിനോട് ഇപ്പോഴും ചോദിക്കുന്നു, ഒരു മന്ത്രി ഉത്തരവാദിത്തത്തോടു കൂടി അസംബ്ലിക്കകത്ത് പറഞ്ഞപ്പോ, ഞങ്ങൾ ചോദിച്ചതിന് അവിടെ വെച്ച് മറുപടി പറയാഞ്ഞപ്പോ, ഞങ്ങൾ നിങ്ങളോട് ഇപ്പൊ ചോദിക്കുന്നു, ആരാണവർ? ഏതാണ് ഈ സംഘം? അങ്ങനെ സംഘമില്ല സാർ. നിങ്ങൾ ആലോചിക്കണം. വന്യജീവിയുടെ ആ ടെറിട്ടോറിയൽ ജീവിയാണ് ടൈഗർ. ടെറിട്ടോറിയൽ ജീവിയായ ടൈഗറിന്റെ 10 മടങ്ങ് ടൈഗർ ഇവിടെയുണ്ട്. വന്യജീവികളുണ്ട്. അത് മുഴുവൻ ഇത് മുഴുവൻ വരികയാണ്. പിന്നെ എന്നോട് ആഷ്മി ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാം. ആഷ്മി ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാം. എല്ലാ വന്യമൃഗ ആക്രമണ മരണവും നടന്നാൽ ആ വന്യമൃഗ ആക്രമണത്തെ തുറന്നൊരു കരാർ ഉണ്ടാക്കും. ആ കരാറിൽ ഓരോ കാര്യങ്ങൾ എഴുതും. കുടുംബത്തിന് ഒരാൾക്ക് തൊഴിൽ കൊടുക്കണം. ചാലിക്കത്തയിലെ അജീഷിന്റെ ഓസൂരിൽ നിന്ന് വന്നതായിരിക്കുന്ന ബേലൂർ മഗ്ന എന്ന് പറയുന്ന റേഡിയോ കോളർ ധരിപ്പിച്ചതായിരിക്കുന്ന ആന വന്ന് വ്യാപകമായ ആക്രമണം നടത്തി ഒരുത്തനെ കൊന്നപ്പോ ഉണ്ടാക്കിയ എഗ്രിമെന്റിൽ എന്തെങ്കിലും നിങ്ങൾ പാലിച്ചോ? എന്റെ ഈ നിയോജകമണ്ഡലത്തിൽ ലക്ഷ്മണൻ എന്ന് പറയുന്ന പാവപ്പെട്ട ആദിവാസി മരിച്ചു. പണം നിങ്ങൾ പാതി കൊടുത്തോ? ഇവിടെ മേപ്പാടിയിലെ കുഞ്ഞവറ മരിച്ചു. എഗ്രിമെന്റ് നിങ്ങൾ പാലിച്ചോ? പാക്കത്തെ പോള് മരിച്ചു. എഗ്രിമെന്റ് ഉണ്ടാക്കി. ആ എഗ്രിമെന്റിൽ ഏതെങ്കിലും കാര്യം പാലിച്ചോ? ഇവിടെ എഗ്രിമെന്റ് ഉണ്ടാക്കിയല്ലാതെ ഒരു എഗ്രിമെന്റും പാലിച്ചില്ല. 10 ലക്ഷം കൊടുത്തു. ആദ്യം 5 ലക്ഷം, പിന്നെ 5 ലക്ഷം കൊടുത്തിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാ. പാലിക്കാൻ കഴിയില്ല. സർക്കാരിന് കൊടുക്കാൻ പറ്റുന്ന കാര്യം 10 ലക്ഷം. ആ 10 ലക്ഷത്തിൽ ഞാൻ പറഞ്ഞുതരാം ചെയ്യുന്ന കാര്യം പറയാം. അല്ല, ചെയ്യുന്ന കാര്യം പറയുമ്പോ 10 ലക്ഷം താങ്കളുടെ പാർട്ടിയാണല്ലോ ഭരിക്കുന്നത്. അവിടെ ഈ കാര്യത്തിൽ വന്ന കുറവും ഒന്ന് പറയാൻ വേണ്ടി പറ്റുമോ? ആദ്യത്തെ 5 ലക്ഷം നമുക്ക് കേരളം പറഞ്ഞു തീർക്കാം. പിന്നെ കർണാടക പോയ പോലെ സജീഷ്. അല്ല, ഈ സംഘവേദന അങ്ങേക്ക് അറിയാവോ സജീഷ്? ഈ കാട്ടിൽ കയറി മന്ത്രി ഉന്നയിച്ച അതിഗുരുതര ആരോപണമാണ്. ആ സംഘവേദന അങ്ങേക്ക് അറിയാവോ? ആലോചിച്ച് നോക്കൂ. സമയം തന്നാൽ കൃത്യമായി ഞാൻ പറയും. താങ്കൾക്ക് അറിയുമോ എന്ന് പറഞ്ഞാൽ വനമന്ത്രി ശ്രീമാൻ AK ശശീന്ദ്രൻ സഭയിൽ ഉത്തരവാദിത്തോടെ പറഞ്ഞത്, ഒരു സംഘം കാട്ടിലോട്ട് കയറുന്നുണ്ട്, അവരവിടെ പോയി മനുഷ്യരെ, അവിടുത്തെ മൃഗങ്ങളെ ആക്രമിച്ച് ഇറക്കി വിടുകയാണ്. ആ സംഘം ഏതാണെന്ന് എന്താണ് പ്രതിപക്ഷ നേതാവിന്, മുൻ പ്രതിപക്ഷ നേതാവിന് സിദ്ദിഖിനൊക്കെ അറിയാമെന്നാണ് പറയുന്നത്. ആ സംഘം ഏതാണെന്ന് SK സതീഷ് അറിയാവോ? അത് ഭീകരമല്ലേ? എന്ത് ആരോപണമാണത്? ആ സംഘത്തെ പിടിക്കണ്ടേ ആരാണെങ്കിലും? ഹാഷ്മി, എനിക്ക് പറയാമല്ലോ. അല്ല പറയൂ. അല്ല സജീഷ് അറിയാമെങ്കിൽ പറയോ സംഘം ആരാണ്? എനിക്ക് പറയാമല്ലോ. അല്ല, ഞാൻ പറഞ്ഞു സജീഷ് ഊഴമല്ല, പക്ഷേ ഈ സംഘം ആരാണെന്ന് അറിയാമെങ്കിൽ പറയും. അതായത് ഹാഷ്മി സംഘം എന്നൊക്കെ പറഞ്ഞ് അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന്, മന്ത്രി സഭയിൽ പറഞ്ഞ കാര്യത്തിനകത്തുള്ള ഒരു കാര്യം, ഈ കാട്ടിനകത്ത് പലരും അതിക്രമിച്ച് കിടക്കുകയും മനുഷ്യർ പലരും മൃഗങ്ങളെ ഉപദ്രവിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. അത്തരം സംഘങ്ങളെല്ലാം പ്രശ്നങ്ങളുണ്ടാക്കി അതിൻ്റെ ഭാഗമായി മൃഗങ്ങൾക്ക് പരിക്ക് പറ്റുന്നുണ്ട്. ഇതും മനുഷ്യർ കാണേണ്ട വിഷയമാണ് എന്നതാണ് മന്ത്രി സൂചിപ്പിച്ചിരിക്കുന്നത്. അല്ലാതെ സംഘം കാട്ടിനകത്ത് ബോധപൂർവ്വം കുഴപ്പമുണ്ടാക്കുന്നു എന്നല്ല പറഞ്ഞത്. പരിശോധിച്ചോ? വേണേ മന്ത്രിയോട് തന്നെ ചോദിച്ചോ. ആ സംഘത്തെ പറ്റി പ്രതിപക്ഷ സംഘം എന്നല്ല, അത്തരം പ്രവണതകളെ കുറിച്ച് അറിയാം. പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന്റെ വാക്കൌട്ട് സ്പീച്ചിൽ ആ കാര്യം എടുത്തു പറഞ്ഞു. എനിക്ക് അറിയില്ല, അങ്ങ് തന്നെ പറയണമെന്ന് പറഞ്ഞു. മന്ത്രി പറഞ്ഞില്ല. ഏതോ സംഘത്തെ പറ്റി മന്ത്രി തന്നെ പറഞ്ഞതേ, മന്ത്രിക്ക് മാത്രം അറിയാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മറ്റൊരു ഏറ്റവും ഗുരുതരമായ ഒരു കാര്യം പറയാം. ഒരു ഗുരുതരമായ കാര്യം ഇവിടെ പറയാം. ഇവര് ചെലവഴിക്കുന്നതായിരിക്കുന്ന തുക നിങ്ങൾ പരിശോധിച്ചോ? പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധി തിരിഞ്ഞു നോക്കിയില്ല എന്നായിരിക്കും ഗുരുതരമായ കാര്യം. ആകെ വന്യമൃഗ അല്ല, അതൊക്കെ പറയുന്നതിന് മറുപടി ഞാൻ പറഞ്ഞുതരാം. ഞാൻ ചോദിക്കാൻ പോകുന്ന കാര്യത്തിനൊന്നും മറുപടി പറഞ്ഞു. ഞാൻ പറഞ്ഞതിനും ചോദിക്കുന്നതിനും 6.5 കോടി രൂപയാണ് 2018-19 ചെലവഴിച്ചത്.
2023-24 ചെലവഴിച്ച തുക 3.1 crore-ആണ്. 3 കോടി 1 ലക്ഷം. നിങ്ങൾ ആലോചിച്ച് നോക്കണം. 2018 6.5 കോടി, 2023-24 3 കോടി. ഇനി ഒന്നുകൂടി കേട്ടോ, 2024-25 റണ്ണിംഗ് ആണല്ലോ. നിങ്ങൾ മാറ്റിവെച്ച തുക 48 കോടി. സംസ്ഥാന സർക്കാർ ചെലവഴിച്ചതോ ഇതുവരെ ചെലവഴിച്ച തുക 46%. അജീഷ്, 46%. ഇത്രയും മലയോര മേഖലയിലെ കർഷകർ മുഴുവൻ കാർഷിക വൃത്തിയിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ, ജീവിക്കാൻ ഗതിയില്ലാതെ പോകുമ്പോൾ, അലോട്ട് ചെയ്ത പണം അനുവദിക്കാതെ, അലോട്ട് ചെയ്തായിരിക്കുന്ന തുക പൂർത്തീകരിക്കാതെ ഈ രീതിയിൽ നിർലജ്ജം ജനവികാരത്തെ വ്രണപ്പെടുത്തി മുന്നോട്ട് പോവുകയാണ് സംസ്ഥാന സർക്കാർ. ഞാൻ കൊടുത്ത MLA ഫണ്ട് 3 തവണ ടെൻഡർ ചെയ്തു. ടെൻഡർ എടുക്കാൻ ആളില്ല, ബില്ല് മാറിക്കിട്ടില്ല. കാരണം പൈസ കൊടുക്കാൻ ട്രഷറി പൈസ ഇല്ല. അതാ പ്രശ്നം. ടെൻഡർ എടുക്കാൻ ആളില്ല. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ പറയാൻ ഈ സമയത്ത് അല്ല, മറ്റെല്ലാം MLA-മാരുടെതൊക്കെ ടെൻഡർ എടുത്തല്ലോ. എന്താണ് ശ്രീ സിദ്ദിഖിന്റെ മാത്രം പ്രശ്നം? ഓർക്കകൾ MLA കൊടുത്ത് വെക്കുന്നുണ്ടല്ലോ. നിങ്ങളുടെ അത് വേറെ പരിശോധിച്ചാൽ മതി. ഒരു കാര്യം താല്പര്യം കാണിക്കാത്തതിനും നിങ്ങളുടെ MP-മാരായിട്ടുള്ള ഒറ്റ അക്ഷരം മിണ്ടുകയോ MP-മാർ ഈ വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിഹാരം കാണാൻ ഇടപെടാതിരിക്കുകയോ ചെയ്തിട്ട് വൈകാരികമായി കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണോ? തെറ്റിദ്ധരിപ്പിക്കാൻ നിങ്ങൾ നല്ല മിടുക്കന്മാരാണ്. സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ എന്താ ചെയ്തത്? ഈ നിയമം നിങ്ങൾ ഉണ്ടാക്കിയ നിയമമല്ലേ? ഉണ്ടാക്കിയത് നിങ്ങളല്ലേ ശ്രീ സിദ്ദിഖ്? കടുവ ഇറങ്ങിയാൽ കമ്മിറ്റി ഉണ്ടാകണം എന്ന് വെച്ചത്, കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് പരിശോധിക്കണം എന്ന് പറഞ്ഞ ഈ കാര്യങ്ങൾ മുഴുവൻ എഴുതി വെച്ചത് നിങ്ങളല്ലേ? ഈ സെഷന്റെ കർണാടകത്തിൽ കാണിച്ച ഒരു മോഡൽ മാറ്റം വരുത്തേണ്ട ആവശ്യകതയുൾപ്പെടെ പാർലമെന്റിൽ പാർലമെന്റ് സ്പീച്ച്. സതീഷേ, മഹാരാഷ്ട്രയിലെ ആവണി എന്ന് പറഞ്ഞ കർണാടകത്തിൽ നിങ്ങൾ എന്താ ചെയ്തത്? കേരളത്തിൽ കൊല്ലപ്പെടുന്നുണ്ടല്ലോ നിങ്ങൾ ഭരിക്കുന്ന കർണാടകത്തിൽ. കേരളത്തിലേക്ക് ഈ മൃഗങ്ങളെല്ലാം കൂട്ടത്തോടെ കടന്നു വരുന്നത് ഉൾപ്പെടെ നിരീക്ഷിക്കാൻ വേണ്ടിട്ട് കേരളത്തിലെ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. അതെ, മറുപടി ഇല്ലാത്തതുകൊണ്ട് സതീഷ് പറഞ്ഞു സതീഷിന്റെ അറിവിലേക്കായിട്ട് പറയാണ്, ആവണി എന്ന കടുവയെ 2018 തന്നെ മഹാരാഷ്ട്ര സർക്കാർ വെടിവെച്ച് കൊന്നിട്ടുണ്ട്. സതീഷിനെ പോലെ ഒരാൾ ദയവ് ചെയ്ത് ഇങ്ങനെ ചർച്ചയ്ക്ക് വരുമ്പോ ഒരു പ്രാഥമികമായിട്ട് കേസ് വേറെ പേരിൽ കേസ് നിലനിൽക്കുന്നു. കോടതി മഹാരാഷ്ട്ര ബോംബെ ഹൈക്കോടതി ചോദിക്കുന്നത് നരഭോജിയാണ് എന്ന് നിങ്ങൾ കേസ് ഇപ്പോഴും നടക്കുകയാണ് എന്നാണ് പറഞ്ഞത്.